الحمد لله الذي خصنا بخير رسله وأنزل علينا أكرم كتبه وشرع لنا أكمل شرائعه أحمده سبحانه وأشكره لا أحصي ثناء عليه أكمل لنا الدين وأتم علينا النعمة فقال جل من قائل كريم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون വിശ്വാസികളെ സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ മസ്തതാഅ്തും. വിഷയം പ്രവാചക സ്നേഹം അനുധാവനത്തിൻ്റെയും ബിദ്അത്തിൻ്റെയും ഇടയിൽ എന്നതാണ്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ സ്നേഹം എങ്ങനെയാവണം? വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണോ ആ സ്നേഹം? ഹൃദയങ്ങളിലെ വികാരം കൊണ്ട് മാത്രം മതിയാക്കാൻ പറ്റുമോ ആ സ്നേഹം? പ്രശംസകളും മുദ്രാവാക്യങ്ങളും മാത്രം മതിയോ ആ സ്നേഹത്തിൽ? ഒരിക്കലുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. ഞാൻ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാവണവരെ നിങ്ങളിൽ ആരും തന്നെ വിശ്വാസിയാകുകയില്ല എന്ന് പ്രവാചകൻ അരുളി ചെയ്തിട്ടുണ്ട്. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണം എന്ന് നാം മനസ്സിലാക്കേണ്ടത് എവിടെ നിന്നാണ്? ആ സ്വഹാബി വര്യന്മാർ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത്? അതിലൂടെ മാത്രം കടന്നുപോയാൽ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണം എന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ആ സ്വഹാബത്ത് എങ്ങനെയാണ് നബിയെ സ്നേഹിച്ചത്? മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിനേക്കാൾ അതിനേക്കാൾ കൂടുതൽ നബിയെ സ്നേഹിച്ച ഒരു വ്യക്തി ലോകം കണ്ടിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകുന്നുണ്ട്. ആ ഹിജ്റയുടെ യാത്രയിൽ എങ്ങനെയാ ആ പ്രവാചകനോട് കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നത്? ഒരല്പസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിലൂടെ നടക്കും, പിന്നെ കാണാം ബേക്കിലൂടെ നടക്കും, വലതുഭാഗത്തിലൂടെ ഇടതുഭാഗത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടൈം മാറ്റിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ഥലം മാറിക്കൊണ്ട് പ്രവാചകന്റെ കൂടെ ആര് നടക്കുകയാണ്? ഹിജ്റ പോകുമ്പോ സൗർ ഗുഹയിലേക്ക് പോകുമ്പോ ആലോചിച്ചോക്കുങ്ങൾ, ആ പ്രവാചകന്റെ കൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ സൗർ ഗുഹയിലെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിലേക്ക് കടക്കാൻ അബൂബക്കർ സമ്മതിച്ചില്ല. കാരണം എന്താ? ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നിട്ട് അവിടെ വല്ല കല്ലും മണ്ണും ഒക്കെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് വീഴുമോ
എന്ന് അതുണ്ടെങ്കിൽ തന്റെ വസ്ത്രം കൊണ്ട് തടുത്തു വെച്ചുകൊണ്ടാണ് പ്രവാചകൻ ആ ഗുഹയിലേക്ക് കടക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇത്രമാത്രം സ്നേഹമുള്ള ഒരു വ്യക്തിയെ ലോകത്ത് കാണാൻ പറ്റുമോ? അങ്ങനെ ആ മുശ്രിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞ് അന്വേഷിച്ചു വരുമ്പോൾ, അതിശക്തമായപ്പോൾ, അത് കടുത്തപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എന്താ അബൂബക്കറെ നീ കരയണത്? ലിമ തബ്കി യാ അബൂബക്കർ, എന്തിനാ താങ്കൾ കരയണത് അബൂബക്കറെ? നബിയെ, ഞാൻ എന്റെ കാര്യത്തെ ഭയപ്പെട്ടുകൊണ്ടല്ല, നിങ്ങളുടെ കാര്യത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ആ ഗുഹയിൽ വെച്ച്, തൗർ ഗുഹയിൽ വെച്ച് മറുപടി പറയുകയാണ്. സഹോദരന്മാരെ, ആലോചിച്ചു, ഇതിനേക്കാൾ വലിയൊരു സ്നേഹം ലോകം കണ്ടിട്ടുണ്ടോ സഹോദരന്മാരെ? നോക്കൂ നിങ്ങൾ, ആ അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ, ബനൂ ദീനാർ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ഒരു ഉമ്മ, ആ ഉമ്മയുടെ പിതാവ് മരണപ്പെട്ടു. ഉഹദ് യുദ്ധ രണാങ്കളത്തിലാണ് സംഭവം. ആ ഉഹദ് യുദ്ധത്തിൽ ആ ഉമ്മയുടെ പിതാവിന് മരണപ്പെട്ടു. മാത്രമല്ല, സഹോദരനും മരണപ്പെട്ടു, തന്റെ ഭർത്താവും മരണപ്പെട്ടു. അങ്ങനെ ആ മരണവിവരം അറിഞ്ഞ് യുദ്ധത്തിന്റെ രംഗമൊക്കെ അറിയാൻ വേണ്ടി പോയപ്പോൾ ആ മരണവിവരം, അനുശോചനം, ആ വിവരം അറിഞ്ഞപ്പോ ആ ഉമ്മയുടെ പ്രതികരണം എന്താ? മക്കളെ പറ്റി ചോദിച്ചില്ല, ഭർത്താവിനെ പറ്റി. ഒന്നാമത്തെ ചോദ്യം, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്നതാ ഒന്നാമത് ചോദിച്ചത്. ആ പ്രവാചകൻ മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അവസ്ഥ എന്താണ്? ഖാലു, അപ്പൊ ആ സഹാബികൾ പറയാണ്, ഖാലു ഖൈറ യാ ഉമ്മ ഫുലാൻ, ഏ ഉമ്മ മഹദി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയിലത്തെ ഖൈറിൽ തന്നെയാണ്. ഹുവ ബി ഹംദില്ലാ കമാ തുഹിബ്ബീൻ, നീ ഇഷ്ടപ്പെടുന്നത് പോലെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറിൽ തന്നെയാണ് ജീവിച്ചിരിക്കുന്നുണ്ട്. ഖാലത്ത്, അപ്പം എന്നിട്ടും അവർക്ക് ഉറപ്പ് വന്നില്ല. ഉറപ്പിന് വേണ്ടിയിട്ട് എന്താ? അറൂനി, നബി എനിക്കൊരു കാണിച്ചു തരും. ഹത്താ അൻദുറയിൽ, അങ്ങനെ ആ നബി എനിക്കൊരു കാണണം. അങ്ങനെ നബിയെ കണ്ടപ്പോൾ ഫലമ്മാ റഅതുഹു ഖാലത്ത്, ആ പ്രവാചകനെ കണ്ടപ്പോൾ കുല്ലു മുസീബത്തിൻ ബഅദക ജുലൽ, കുല്ലു മുസീബത്തിൻ ബഅദക ജുലൽ, എന്റെ എല്ലാ മുസീബത്തും താങ്കൾക്ക് ശേഷം എല്ലാം നിസ്സാരമാണ്, താങ്കൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. നോക്കി നിങ്ങൾ, ആ മഹദിക്കുണ്ടായിരുന്ന സ്നേഹം, ആ ഉമ്മത്തിൽ നബിയോടുണ്ടായിരുന്ന സ്നേഹം ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീക്കുണ്ടോ സഹോദരന്മാരെ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഈ ഡാൻസ് കളിക്കുന്ന, ഈ വഴി തടയുന്ന, ഈ മുദ്രാവാക്യം വിളിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോ ഏതെങ്കിലും ഒരാണിനോ പെണ്ണിനോ ഉണ്ടോ? ഇല്ല എന്നതാണ് സത്യം. മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി അദ്ദേഹം പറയാണ്, ഖുറൈശികൾ ഹുദൈബിയ സന്ധിയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി കൂടിയാലോചന നടത്തി കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി നിയോഗിച്ച വ്യക്തിയാണ് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഖുറൈശികളുടെ അടുത്തേക്ക് തിരിച്ചു വന്നുകൊണ്ട് പറയാണ്, ഐകൗം വല്ലാഹി ലഖദ് വഫ്തു അലൽ മുലൂഖ് വഫ്തു അലാ കൈസറ വകിസ്റ വന്നജാശി, ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്, കൈസർ, കിസ്റ, നജാശി പോലുള്ള രാജാക്കന്മാരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅദ്ദിമുഹു അസ്ഹാബുഹു മാ യുഅദ്ദിമു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദാ. നോക്കി നിങ്ങള്, ആ മനുഷ്യൻ പറയാണ് ഖുറൈശികളുടെ അടുത്ത് ചെന്നിട്ട്, ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ അടുത്ത് സന്ദർശിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ, ആദരിക്കുന്നത് പോലെ, ബഹുമാനിക്കുന്നത് പോലെ ഒരു ജനതയെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദ് നബിയുടെ അനുയായികൾ, ആ സഹാബത്ത് മുഹമ്മദിനെ ആദരിക്കുന്നത് പോലെയുള്ള ഒരു സമുദായത്തെ ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? ഖുറൈശി അല്ലേ? ആരാ പറയുന്നത്? ഖുറൈശിയുടെ കാര്യമൊക്കെ തീരുമാനിക്കാൻ പോണ മുഫാവിദ പറയുന്നത് അല്ലേ? ആ സംസാരിക്കാൻ വേണ്ടി പോയി. എന്നിട്ടാ നോക്കൂ നിങ്ങൾ, എന്നിട്ട് മഹാനായ ഇമാം ബുഖാരി അത് രേഖപ്പെടുത്തുന്നുണ്ട്. 27-31 ഹദീസിൽ അദ്ദേഹം പറയാണ്, വല്ലാഹി ഇൻ തനഖമ നുഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കഫൻ തുപ്പിയാൽ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻകും, ആ സഹാബത്തിന്റെ കയ്യിലേക്കാക്കാൻ വേണ്ടി അത് ശ്രമിക്കും. ആലോചിക്കൂ നിങ്ങൾ. അതുകൊണ്ട് അവരുടെ ആ സഹാബത്തിന്റെ മുഖവും അതേപോലെ തന്നെ തൊലിയിലും സ്കിന്നിലും ഒക്കെ അത് തടവും. വൈദാ അമറഹും, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിനോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ
ഇബ്തദറൂഹു അംറഹു ഉളരിച്ചെന്ന് കൊണ്ട് അദ്ദേഹത്തിന്റെ കൽപ്പന അവർ നിറവേറ്റും. വൈദാ തവല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂണ്ടാക്കിയാൽ കാദൂ യക്തതിലൂന അലാ വുദൂഹി അദ്ദേഹത്തിന്റെ വുദൂണ്ടാക്കിയ ബാക്കി വെള്ളത്തിന് വേണ്ടി അവർ പോരാടും. വൈദാ തകല്ലമ ആ പ്രവാചകൻ അവരോട് സംസാരിച്ചാൽ ഖഫദൂ അസ്വാതഹും അവരുടെ ശബ്ദം അവർ കുറക്കും. ഇൻദഹു നബിയുടെ അടുക്ക വെച്ച് വമാ യുഹിദ്ദൂന ഇലൈഹി അന്നവറ തഅദീമൻ ലഹു നബിയോടുള്ള ആദരവ് ബഹുമാനം കാരണം ആ പ്രവാചകന്റെ മുഖത്തേക്ക് അവർ കണ്ണ് തുറിച്ചു നോക്കാറില്ല. നോക്കൂ നിങ്ങൾ, ആരാ ഇത് പറയുന്നത്? ഇമാം ബുഖാരി റഹ്മഹുല്ല പറയാണ്. ആലോചിക്കൂ, ഇതാണ് ആ സഹാബത്തിന് പ്രവാചകനുണ്ടായിരുന്ന സ്നേഹം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയാണ്. ഫഖാല എന്നിട്ട് ചോദിക്കാണ്, മത്തസ്സാ യാ റസൂലല്ലാഹ് എപ്പോഴാണ് ഖിയാമത്ത് നാള്? അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കാം, മാദാ അഅദത്ത ലഹാ ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖാല ലാ ശൈ ഒന്നുല്ല നബിയേ ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. ഫഖാല അപ്പൊ നബി പറയാണ്, അൻത മഅമൻ അഹ്ബബ്ത അൻത മഅമൻ അഹ്ബബ്ത നീ ആരെയാണോ സ്നേഹിച്ചത് ഹബ്ബ് ചെയ്തത് അവരോടൊപ്പം ആയിരിക്കുന്ന ആള് നീ. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ഈ വാക്കിട്ട് കേട്ടപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫമാ ഫരിഹനാ ബിശൈഇൻ ഫർഹനാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅമൻ ഹബബ്ത. നബി പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, നീ നാളെ ആ സ്വർഗലോകത്ത് ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടിയായിരിക്കുമെന്ന വാക്ക് കേട്ടപ്പോ ഞങ്ങൾക്കുണ്ടായിരുന്ന ആഹ്ലാദം അതിഭയങ്കരമാണ്. ഇത്തരൊരു ആഹ്ലാദം ഞങ്ങൾ ആഹ്ലാദിച്ചിട്ടില്ല. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വഅർജു അൻ അകൂന മഅകും ഞാൻ അവരോട് കൂടെ ആവാൻ താല്പര്യപ്പെടുന്നു. അവരുടെ പ്രവർത്തനങ്ങളെപ്പോലെ അഥവാ അബൂബക്കർ റളിയല്ലാഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും ഇങ്ങനെയുള്ള സഹാബത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളെപ്പോലെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ഞാൻ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് ആര് പറയാണ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ. ഇമാം ബുഖാരി 36:88, ഇമാം മുസ്ലിം 26:39 ഹദീസിൽ നിങ്ങൾക്ക് ഇത് വായിച്ചെടുക്കാൻ സാധിക്കും. സഹോദരന്മാരെ, ഇതാണ് സഹാബത്ത് അല്ലേ? ആ സഹാബത്തിന്റെ ചരിത്രം മാത്രം മതി എങ്ങനെ സ്നേഹിക്കണം. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കില്ല. നമ്മൾ എങ്ങനെ നബിയെ സ്നേഹിക്കണം? ആ പ്രവാചകന്റെ സുന്നത്തിനെ പിന്തുടരുക, ഇത്തിബാഅ് ചെയ്യുക, ഒന്നും തന്നെ അതിൽ കൂട്ടിച്ചേർക്കാതിരിക്കുക. കാരണം എന്താ? ആലോചിച്ച് നോക്കുന്നത്, അള്ളാഹ് പിന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ജീവിച്ചിരിക്കുന്നുണ്ട്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട പ്രവാചകന്മാരുണ്ട് അല്ലേ? ഉഹദ് രണാങ്കളത്തിൽ ആ രംഗം നോക്കൂ നിങ്ങള്. ആ സഹാബിമാര് അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണാങ്കളം നിങ്ങൾക്കറിയാലോ. എല്ലാവരും പിന്നെ ഓടി അകലുകയാണ്. ഏതാനും വരുന്ന പിന്നെ കുറച്ച് സഹാബികൾ മാത്രം നബിയെ വയല് കെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അബൂ തൽഹ പോലുള്ള സഹാബിമാർ നബിയെ വേലി കെട്ടി നിൽക്കുകയാണ്. അബൂ തൽഹ നബിയുടെ ഏത് ഭാഗത്തേക്കാണോ മുശ്രിക്കുകൾ അമ്പെയ്യുന്നത് അവിടെ കാണിച്ചു കൊടുക്കും. നഹരി എന്റെ കഴുത്ത് താങ്കളുടെ കഴുത്തിന് നേരെയാവട്ടെ, ആദ്യം അമ്പ് ചെയ്യുന്നത് എന്റെ നേരെയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പ് വരുന്ന ഭാഗത്തേക്ക് അബൂ തൽഹ നിൽക്കും. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഇതേപോലെ അദ്ദേഹത്തിന്റെ ശരീരം അമ്പേറ്റുകൊണ്ട് പ്രവാചകനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമ്പേറ്റുകൊണ്ട് മുള്ളൻ പന്നി പോലെയായിരുന്നു എന്ന് ചരിത്രം മുബാറക് ഫൂരി തന്റെ റഹീഖുൽ മഖ്തൂമിൽ രേഖപ്പെടുത്തുന്നു. ആലോചിക്കൂ, ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു സ്നേഹം നമുക്കുണ്ടോ സഹോദരന്മാര്? ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനിങ്ങളും, ഒരു ചൂടുണ്ടെങ്കിൽ ഒരു നന്മക്ക് വേണ്ടി പുറപ്പെടും? ഇല്ല, നമ്മൾ അത്രേ ഉള്ളൂ നമ്മളെ ഈമാൻ. എങ്കിൽ ആലോചിച്ചു, ആ സഹാബത്ത് നബിയെ സംരക്ഷിച്ചത് എന്തുകൊണ്ടാണത്? സ്വർഗം കിട്ടണം എന്ന ആഗ്രഹമാണ് അല്ലേ? മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, ആ സൗബാനിന്റെ ചരിത്രം അറിയാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. സൗബാൻ റളിയല്ലാഹു അൻഹു നബിയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ദിവസം കാണാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോയപ്പോൾ
നബിയെ വീട്ടിലിരുന്നപ്പോൾ അദ്ദേഹം ദുഃഖിതനായി വിഷമം വന്നു. അദ്ദേഹം ഓർത്തുപോയി, പ്രവാചകൻ എന്റെ മുമ്പിലില്ല. ആ പ്രവാചകൻ മരണപ്പെട്ടാൽ ആ പ്രവാചകനെ എനിക്ക് നാളെ പരലോകത്ത് കാണാൻ സാധിക്കുമോ എന്ന ഭയം. അങ്ങനെ പ്രവാചകനെ കാണാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു. അവിടെ പ്രവാചകനെ കണ്ടു. ആ പ്രവാചകൻ ചോദിക്കാൻ, മാലി അറാക ഹദീന യാ സൗബാൻ, എന്താണ് സൗബാനെ താങ്കൾ ദുഃഖിതനായി ഞാൻ കാണുന്നത്? അപ്പം നബിയെ, എനിക്ക് രോഗമൊന്നുമില്ല, പനിയും വേദനയൊന്നുമില്ല, പക്ഷേ നിങ്ങളെ ഒത്തിരി നേരം കാണാതെ അപ്പം ഞാൻ ഓർത്തുപോയി. ഞാൻ മരിച്ചാൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റും. നിങ്ങൾ സ്വർഗത്തിന്റെ ഉന്നത തോപ്പിലായിരിക്കും. ഞാൻ ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ താങ്കളുടെ സ്ഥാനത്ത് വരുമോ? അപ്പോഴാണ് ഇത് ആയത്തിറങ്ങുന്നത്. ആലോചിച്ച് നോക്കുങ്ങൾ, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അത്. ആ കാര്യം നോക്കൂ നിങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പം താഴ്ത്തി കുറച്ചു നേരം ഇങ്ങനെ നിന്നു. എന്നിട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു ഓതി കൊടുക്കുകയാണ്, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആയത്ത് തൗബാന്റെ പേരിൽ ഇറങ്ങാണ്. ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് അവര് അള്ളാഹു അനുഗ്രഹം ചെയ്ത സിദ്ദീഖുമാർ, പ്രവാചകന്മാർ, ശുഹദാക്കൾ, സച്ചരിതരായ ആളുകളോടൊപ്പം ആയിരിക്കും നാളെ പരലോകത്ത്. വഹസുന ഉലൈക റഫീഖ, ഈ കൂട്ടുകാർ എത്ര നല്ല കൂട്ടുകാർ. നമുക്കത് ലഭിക്കണം. ആ പരലോകത്ത് നമ്മൾ പ്രവാചകനെ ഇന്ന് കണ്ടിട്ടില്ല. ആ പരലോകത്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റും. കാണെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട്, ആ സുന്നത്ത് മൃഗപ്പിടിച്ചുകൊണ്ട്, ബിദ്അത്തുകളില്ലാതെ കൂട്ടിയോ അതിൽ ഉലുവ് കാണിക്കാതെ, അമിതത്വം കാണിക്കാതെ, അതേപോലെ അലസത കാണിക്കാതെ ആ പ്രവാചകന്റെ സുന്നത്തിനെ നാം പിന്തുടരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അത് ലഭിക്കുക. ആ സ്വർഗത്തിൽ കുറച്ച് പ്രവാചകനെ കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ പ്രവാചകനെ കാണുന്ന ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ ജഅലിൽ ഹയാത സിയാദത്തൻ ലനാ ഫീ കുല്ലി ഖൈർ വൽ മൗത റാഹത്തൻ ലനാ മിൻ കുല്ലി ശർ. اللهم عليك باليهود الغاصبين وانتقم من الصهاينة المجرمين ورد الأقصى الجريح إلى حوزة المسلمين. اللهم كن لأهلنا في فلسطين ناصرا ومعينا، اعتن دماءهم واحفظ أعراضهم وأيدهم بتأييد من عندك ورد كيدهم في نحورهم. اللهم وفق أميرنا وولاة أمور المسلمين لما تحب وترضى، واجمع كلمتهم على الحق والتقوى، وألف بين قلوبهم واهدهم سبل السلام، وانفع بهم بالبلاد والعباد. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء دار عدل وإيمان وأمن وأمان وسائر بلاد المسلمين. وآخر دعوانا أن الحمد لله رب العالمين.